നമുക്ക് തിയറം 14.13 പറയുന്നത് എന്താണെന്ന് നോക്കാം. ദ ഫോളോയിങ് ആർ 3 equivalent conditions for a subgroup H of a group G to be a normal subgroup of capital G. ഓക്കെ, തിയറം 14.13 പറയുന്ന ഇതാണ്. ഇവിടെ 3 കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആകാൻ വേണ്ടിയിട്ട് എച്ച് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നോർമൽ ആകാനുള്ള 3 ഇക്വലൻ്റ് കണ്ടീഷൻസാണ്. എന്നാൽ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 സംഭവിച്ചിരിക്കും. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഇക്വലൻ്റ് എന്ന് കാണിക്കാൻ വേണ്ടി പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 1ൽ നിന്ന് 1 അസ്യൂം ചെയ്തിട്ട് 2 പ്രൂവ് ചെയ്യാം. 2 അസ്യൂം ചെയ്തിട്ട് 3 പ്രൂവ് ചെയ്യാം. എന്നിട്ട് 3 അസ്യൂം ചെയ്തിട്ട് 1 പ്രൂവ് ചെയ്യുക. അപ്പോൾ 1ൽ നിന്ന് 2ൽ നിന്ന് 3യിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ച് 1ലേക്ക് വന്നു കഴിഞ്ഞാൽ 3 എന്താവും? ഇക്വലൻ്റ് ആവുമല്ലോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. സപ്പോസ് ദാറ്റ് H is a subgroup of capital G such that G H G inverse element of H for all G element of G and all H element of H. Suppose that H എന്താണ്? സബ്ഗ്രൂപ്പ് ഓഫ് ക്യാപിറ്റൽ G ആണ്. such that G H G ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ആൻഡ് ഓൾ H element of H. ദെൻ രണ്ടാമത്തെ നമുക്ക് പ്രൂവ് ചെയ്യണം. G H G ഇൻവേഴ്സ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? G സ്മോൾ h G ഇൻവേഴ്സ് such that H element of H. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ഈ ഓരോന്നും ക്യാപിറ്റൽ എച്ചിലുണ്ടെന്നല്ലേ. അപ്പോൾ ഈ സെറ്റ് തന്നെ മൊത്തത്തിൽ ക്യാപിറ്റൽ എച്ചിൻ്റെ സബ്സെറ്റാണ്. കാരണം ഓരോ ജി എച്ച് ജി ഇൻവേഴ്സ് ഇവിടെ ഉണ്ട്, ക്യാപിറ്റൽ എച്ചിലുണ്ട്. അപ്പോൾ ഈ ജി എച്ച് ജി ഇൻവേഴ്സ് എന്ന് പറയുന്ന ആ എലമെൻസിൻ്റെ സെറ്റ് ആരുടെ സബ്സെറ്റാണ്? എച്ചിൻ്റെ സബ്സെറ്റാണ്. ഇനി നമ്മൾ ബി ക്ലെയിം എന്ന് എഴുതിയിരിക്കുന്നതിനകത്ത് വി ക്ലെയിം എന്നാണ് കേട്ടോ, അത് മിസ്റ്റേക്കാണ്. വി ക്ലെയിം ദാറ്റ് ആക്ച്വലി ജി എച്ച് ജി ഇൻവേഴ്സ് ഈക്വൽ ടു എച്ച്. അപ്പോൾ ജി എച്ച് ജി ഇൻവേഴ്സ് ഇസിക്കൽ എച്ച് എന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്, അതാണ് നമ്മുടെ നമ്പർ 2. അപ്പോൾ 1ൽ നമ്മൾ 2ലേക്ക് എത്താൻ പോവുക. അപ്പോൾ അത് ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത്? ജി എച്ച് ജി ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് ക്യാപിറ്റൽ എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട്. തിരിച്ചുള്ള ആ ഒരു ഇൻക്ലൂഷൻ കാണിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി രണ്ടും ഈക്വലായി മാറും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എച്ചിൽ നിന്നൊരു സ്മോൾ എച്ച് എടുക്കുന്നു, ക്യാപിറ്റൽ എച്ചിൽ നിന്ന് സ്മോൾ എച്ച് എടുക്കുന്നു. ഇനി എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് സ്മോൾ ജി എച്ച് ജി ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് എച്ച് എന്നാണ്. ഫോർ ഓൾ ജി എലമെൻറ്റ് ഓഫ് ജി ആൻഡ് ഓൾ എച്ച് എലമെൻറ്റ് ഓഫ് എച്ച് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ സ്മോൾ ജിക്ക് വരെ ജി ഇൻവേഴ്സ് കൊടുക്കുക. ജി ഇൻവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ജി ഇൻവേഴ്സ് എച്ച് ജി ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ്, ജി ഇൻവേഴ്സ് ഇൻറ്റു ക്യാപിറ്റൽ എച്ച് അല്ല സ്മോൾ എച്ച് വരണ്ട. ജി ഇൻവേഴ്സ് സ്മോൾ എച്ച്, ജി ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്ന്? എച്ചിനകത്തിൽ ഉണ്ട് എന്ന്. ഓക്കെ, ജി ഇൻവേഴ്സ് സ്മോൾ എച്ച്, ജി ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് സ്മോൾ ജി ആണ്. സ്മോൾ ജി. ഓക്കെ, അത് എച്ചിലുള്ള ഒരു എലമെൻ്റ്. അവിടെ ക്യാപിറ്റൽ എച്ച് എന്ന് കൊടുത്തിരിക്കുന്നത് തിരുത്തി സ്മോൾ എച്ച് ആക്കണേ, അത് മിസ്റ്റേക്കാണ്. ജി ഇൻവേഴ്സ് ക്യാപിറ്റൽ എച്ച് അല്ല, ജി ഇൻവേഴ്സ് സ്മോൾ എച്ച്, ജി ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ എച്ച്. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നതിനകത്തു നിന്നാണ് അത് വരുന്നത്. ഇനി ജിക്ക് പകരം നമുക്ക് ഏത് എലമെൻറ്റ് കൊടുത്താലും സാറ്റിസ്ഫൈ ചെയ്യും. ഏതൊരു സ്മോൾ ജി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ജിയിലുള്ള ഏതൊരു എലമെൻറ്റും. അപ്പോൾ സ്മോൾ ജിക്ക് പകരം ജി ഇൻവേഴ്സ് കൊടുത്താലും എന്താ, അത് ക്യാപിറ്റൽ ജിയിലുള്ള ഒരു എലമെൻ്റ് അല്ലേ, അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ജി ഇൻവേഴ്സ് സ്മോൾ എച്ച്, ജി ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ എച്ച്. അപ്പോൾ ജി ഇൻവേഴ്സ് സ്മോൾ എച്ച് ജി, അത് ക്യാപിറ്റൽ എച്ചിലുള്ള ഒരു എലമെൻ്റ് ആണല്ലോ, അതിനെ നമ്മൾ ഒരു എച്ച് കൊണ്ടെന്ന് വിളിക്കുന്നു. ഓക്കെ, സ്മോൾ എച്ച് ആണെന്നുള്ള കാര്യം മറക്കണ്ട, അത് മിസ്റ്റേക്കാണേ. കൺസിക്വൻ്റ്ലി അതിനകത്ത് നിന്ന് സ്മോൾ എച്ച് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും നമുക്ക്? അതായത് ഈ എഴുതിയിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സ്മോൾ ജി കൊണ്ട് റൈറ്റ് സൈഡിൽ ജി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഈസ് ഈക്വൽ ടു ജി എച്ച് 1 ജി ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്ന് കിട്ടും? ജി ക്യാപിറ്റൽ എച്ച് ജി ഇൻവേഴ്സിനകത്തിനുണ്ടെന്ന് കിട്ടും. ദാറ്റ് ഈസ് എച്ച്, അതായത് ഏതൊരു സ്മോൾ എച്ച് ക്യാപിറ്റൽ എച്ചിൽ നിന്ന് എടുത്താലും അത് ജി എച്ച് ജി ഇൻവേഴ്സിലുണ്ടെന്ന് കിട്ടി. അതായത് ക്യാപിറ്റൽ എച്ച് മൊത്തത്തെ ആരുടെ സബ്സെറ്റാണ്? ജി എച്ച് ജി ഇൻവേഴ്സിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയില്ലേ. അപ്പോൾ ജി എച്ച് ജി ഇൻവേഴ്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച് എന്ന് കിട്ടും. രണ്ടാമത്തെ കിട്ടും. ഇനി നമ്പർ 2 അസ്യൂം ചെയ്തിട്ട് 1 പ്രൂവ് ചെയ്യുന്നത് ഇവിടെ ഇന്നത്തിൽ എഴുതിയിട്ടില്ല. എഴുതാത്തതിൻ്റെ കാര്യം നമ്പർ 2 അസ്യൂം ചെയ്ത് ജി എച്ച് ജി ഇൻവേഴ്സ് ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജി എച്ച് ജി ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് എച്ച് എന്ന് തന്നെയാണ്. ഏതൊരു സ്മോൾ എച്ച് എടുത്താലും ജി എച്ച് ജി ഇൻവേഴ്സ് എവിടെ ഉണ്ട്? ക്യാപിറ്റൽ എച്ചിലുണ്ട്. അത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. നമ്പർ 1 പിന്നെ ക്ലിയർ ആണ്, കാരണം ഇത് രണ്ട് ഈക്വലാണ്. ജി എച്ച് ക്യാപിറ്റൽ എച്ച് ജി ഇൻവേഴ്സ് ഈക്വൽ ടു എച്ച് ആയതുകൊണ്ട് ഏതൊരു സ്മോൾ എച്ച് എടുത്താലും ജി എച്ച് ജി ഇൻവേഴ്സ് എച്ചിനകത്ത് വരും. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യുന്നില്ല, വളരെ ക്ലിയർ ആയതുകൊണ്ട്. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നത് 3 ആണ്.
3 നമ്മൾ അസ്യൂം ചെയ്യുന്നു GH = HG. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്താ? അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നോർമലിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ. GH = HG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ G × H എന്നിരിക്കുവാണ്, GHലെ ഒരു എലമെൻറ്റ് G × H എന്ന ഫോമിലിരിക്കുകയാണെങ്കിൽ അപ്പുറത്തൊരു H1 × G അതിന് പകരം ഉണ്ടായിരിക്കണം. ഇവിടുന്ന് നമ്മളൊരു എലമെൻ്റ് എടുത്താൽ അപ്പുറത്തൊരു എലമെൻ്റ് ഉണ്ടായിരിക്കണം. അതെപ്പോഴും G × സ്മോൾ h സ്മോൾ h × G എന്നാകണമെന്നില്ല. G × സ്മോൾ h ലെഫ്റ്റ് സൈഡിലെ G ക്യാപിറ്റൽ Hനകത്തിനുണ്ടെങ്കിൽ ക്യാപിറ്റൽ H × Gക്കകത്തിൽ പകരം ഒരു H1 × G ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി അപ്പോൾ ഇതിനകത്തുനിന്ന് G സ്മോൾ h G ഇൻവേഴ്സ് = H1 എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ G സ്മോൾ h G ഇൻവേഴ്സ് എലമെൻറ്റോ ക്യാപിറ്റൽ H എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം G സ്മോൾ h G ഇൻവേഴ്സ് = H1 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ക്യാപിറ്റൽ Hനകത്തുണ്ട്. ഫോർ ഓൾ G എലമെൻറ്റ് ഓഫ് G ആൻഡ് ഓൾ H എലമെൻറ്റ് ഓഫ് H. ബൈ ദി പ്രിസൈഡിങ് പാരഗ്രാഫ് ദിസ് മീൻസ് ദാറ്റ് GH G ഇൻവേഴ്സ് = H. അപ്പോൾ GH G ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് H എന്ന് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തത് എന്താണ്? G ക്യാപിറ്റൽ H G ഇൻവേഴ്സ് = H എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇത് preceding paragraph, this means that the G capital H G inverse is equal to H for all small g element of capital G. കാരണം നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു, ഒന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കിട്ടുമെന്ന് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 + 2 ആയില്ലേ? GH G ഇൻവേഴ്സ് = H എന്നുള്ളത് കിട്ടി. തിരിച്ച് GH G ഇൻവേഴ്സ് = H എന്ന് അസ്യൂം ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താ? GH G ഇൻവേഴ്സ് = Hലെ ഒരു എലമെൻ്റായ H1 നമ്മൾ വിളിക്കുന്നു. അപ്പം രണ്ട് സൈഡിലും റൈറ്റ് സൈഡ് G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ GH = H1 G എന്ന് കിട്ടും. അതെവിടെ ഉണ്ട്? HG യിലുണ്ടെന്ന് കിട്ടി. അതായത് G × ക്യാപിറ്റൽ H സബ്സെറ്റ് ഓഫ് HG എന്ന് പറയാൻ കാരണം G × സ്മോൾ h എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ Hലെ ഒരു എലമെൻ്റ് ആണല്ലോ. അപ്പോൾ G × ക്യാപിറ്റൽ ഏതൊരു Hനും ഇത് സംഭവിക്കുകയാണെങ്കിൽ G × ക്യാപിറ്റൽ H സബ്സെറ്റ് ഓഫ് HG എന്ന് പറയാം. അപ്പോൾ നമുക്ക് G ഇൻവേഴ്സ് HG = H implies GH subset of HG, then G inverse HG equal to H. G inverse HG equal to H2. G inverse HG equal to H. അതായത് നമ്മൾ GH G ഇൻവേഴ്സ് = H എന്നാണല്ലോ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതിനകത്തുനിന്ന് നമുക്ക് H കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ G ഇൻവേഴ്സ് കൊണ്ട് റൈറ്റ് സൈഡിൽ G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? G ഇൻവേഴ്സ് HG = H എന്ന് കിട്ടും. അപ്പോൾ അതിനകത്ത് G ഇൻവേഴ്സ് ക്യാപിറ്റൽ H എന്നൊരു എലമെൻറ്റ് എടുക്കുന്നു, സ്മോൾ h × G = Hലെ ഒരു എലമെൻറ്റായ H2. അപ്പോൾ ഇതിൽ നമുക്ക് HG = GH2 എന്ന് കിട്ടും. ഇംപ്ലൈസ് ക്യാപിറ്റൽ H × G സബ്സെറ്റ് ഓഫ് G × H. ഓക്കെ, GH സബ്സെറ്റ് ഓഫ് HG ആൻഡ് HG സബ്സെറ്റ് ഓഫ് GH. അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. 2 ആയിരുന്നോ 1 ആണോ എന്നുള്ളത് ഞാൻ വിട്ടുപോയേ. 3 കിട്ടിയത്, സോറി.